ഹൃദയം എന്ന് പറയുന്നത് രാജാവാണ്. അതിന് ഒരുപാട് സൈന്യങ്ങളുണ്ട്. രാജാവാകുന്ന ഹൃദയം നന്നായാൽ രാജാവിന്റെ സൈന്യങ്ങൾ മുഴുവനും നന്നാവുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബികൾ ചോദിച്ചു, രാജാവിന്റെ സൈന്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? രാജാവിന്റെ സൈന്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? മുത്തായ തങ്ങൾ പറഞ്ഞു, വൽ ഉദുനാനി ഖംഹുൻ വൽ ഐനാനി മസ്ലഹത്തുൻ വൽ ലിസാനു തർജുമാനി വൽ യദാനി ജനാഹാനി വജ്ജലാനി ബരീഹൻ. ഒരു രാജാവിന്റെ പരിചാരകനെ പോലെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ഓരോ ഡ്യൂട്ടി കൊടുക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കണ്ണുകൾക്ക്, കൈകൾക്ക്, കാലുകൾക്ക് പ്രത്യേകമായ ഓരോ ഡ്യൂട്ടികൾ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന മുത്തായ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള ഹദീസ് മുത്തായ തങ്ങൾ സമർപ്പിച്ചിട്ട് പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തതാ. മനസ്സിന് കേടുപാട് വരാതെ, മനസ്സിന് പ്രയാസം വരാതെ, മനസ്സിന് സങ്കടം വരാതെ, മനസ്സിന്റെ അകത്ത് ദുഷ്ടത്തരങ്ങൾ കടന്നു വരാതെ നന്മയുള്ള മനസ്സുമായിട്ട് നിങ്ങൾ കടന്നു വരുമ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു നന്മയുള്ള മനസ്സിന് വേണ്ടിയിട്ടാണ് 14 മുമ്പ് പൊട്ടിത്തകർന്ന വാളുകയിൽ പിടിച്ചുകൊണ്ട് ഒട്ടിയ വയറിലേക്ക് വല്ലാതെ വിശപ്പ് സഹിക്കുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹാബികൾ ഏറ്റവും അധികം വിശപ്പടക്കിയ തൗഹീദിന്റെ വിപ്ലവത്തിന്റെ മന്ത്രവുമായി അല്ലാഹുവിന്റെ ബദറിൽ പ്രിയപ്പെട്ട സഹാബികൾ കടന്നു വന്നപ്പോ 313 പട്ടിണി പാവങ്ങളായ പാവപ്പെട്ട അസ്ഹാബുൽ ബദർ പൊട്ടിക്കരന്നുകൊണ്ട് തക്ബീർ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് പോരാടുമ്പോൾ അവർക്ക് വിജയം കിട്ടിയത് വസ്ത്രത്തെ ഭംഗിയാക്കിയത് കൊണ്ടല്ല, ശരീരത്തെ മെച്ചപ്പെടുത്തിയത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ഏറ്റവും അധികം നിസ്സാരന്മാരായി കഴിഞ്ഞുകൂടിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ച ബദറിന്റെ ചരിത്രം നിങ്ങൾ മറന്നുപോയോ എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളറയിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു ഓർമ്മിപ്പിക്കുമ്പോ ആ ബദർ യുദ്ധം കഴിഞ്ഞു വന്ന പ്രിയപ്പെട്ട സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, റജഅത്തും മിനൽ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബരി. നിങ്ങൾ ഇപ്പോൾ കടന്നു വരുന്നത് ഏറ്റവും ചെറിയ യുദ്ധത്തിൽ നിന്ന് ഏറ്റവും വലിയ ഒരു യുദ്ധത്തിലേക്കാണ്. സഹാബികൾ പറഞ്ഞ, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അബൂജഹൽ പിടഞ്ഞു വീണു പോലെ, ഉത്ബത്ത് പിടഞ്ഞു വീണു പോലെ, ശൈബത്ത് പിടഞ്ഞു പോയ ബദറിന്റെ രണാകണത്തെക്കാൾ ഏറ്റവും വലിയ യുദ്ധം ഇനി ലോകത്തേതാവുള്ളത് നബിയേ? തുരുമ്പ് പിടിച്ച വാളുമായിട്ട് ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ ചരിത്രം ഭൂമിയിൽ വരച്ചു കാണിച്ച അസ്ഹാബുൽ ബദറിനേക്കാൾ ഏറ്റവും വലിയ പോരാട്ടമുള്ളവർ ആരാ നബിയെ കടന്നു വരാനുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പ്രിയപ്പെട്ട സഹാബികള്, നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ, നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് ഇന്ന് കഴിയുന്നുവോ? ആ നിയന്ത്രണമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുമ്പോ കാസർഗോഡ് ജില്ലയിലെ മാനസിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വികായയുടെ മക്കളുടെ ഈ പന്തലിന് താഴെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആരാധനകൾ അല്ലാഹു സ്വീകരിക്കണമോ? സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കണമോ? പുണ്യങ്ങൾ അല്ലാഹു സ്വീകരിക്കണമോ? സ്വതക്കകൾ അല്ലാഹു സ്വീകരിക്കണമോ? തറാവീഹ് നമസ്കാരങ്ങൾ അല്ലാഹു സ്വീകരിക്കണമോ? നസീഹത്തുകൾ അല്ലാഹു സ്വീകരിക്കണമോ? സാധുക്കളുടെ കണ്ണീരൊപ്പയിട്ട് പടച്ചറമ്പുരാന്റെ സ്നേഹത്തിന്റെ വഴി തെളിച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കണമോ? അവിടെ ഏറ്റവും അധികം ആവശ്യമുള്ളത് ആദ്യം അത് മനസ്സുകൊണ്ട് ചെയ്യുക. ആദ്യം മനസ്സിലേക്ക് സ്നേഹത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുക. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്റെ സഹാബത്തിനോടൊപ്പം ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന യത്ലു അലൈക്കുമുല്ലാന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന സ്വർഗ്ഗാവകാശിയായ ഒരു മനുഷ്യനിപ്പോ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമെന്ന് പറയുമ്പോ സഹാബികളൊന്ന് കാണാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുകയാ. ആരാണ് സ്വർഗ്ഗത്തിൽ കടന്നു പോകുന്നത്? ആരാ സ്വർഗ്ഗത്തിൽ കടന്നു പോകുന്നത്? പ്രിയപ്പെട്ട സഹാബികൾ കാത്തിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന മനുഷ്യനാ കടന്നു വരുന്നു. അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ കടന്നു വരികയാ. ഉളുവെടുത്ത വെള്ളമാ പ്രിയപ്പെട്ട സഹോദരന്റെ താടി രൂപത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാ. അത് ഇടത്തെ കയ്യിൽ ഉളുവെടുത്ത, ഇടത്തെ കയ്യിൽ ഉളുവെടുന്നിട്ട് ചെരുപ്പൂരി കയ്യിൽ പിടിച്ചിരിക്കുകയാ.
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കണ്ടോ ആ നടന്നു പോകുന്ന ഉളുവിന്റെ വെള്ളം മുഖത്ത് വരണ്ടു നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ സ്വർഗത്തിന്റെ ആളാണ്. സഹാബികൾക്ക് അത്ഭുതം തോന്നിപ്പോലെ ഒരു പ്രത്യേകതകളുമില്ല, ഒരു പ്രത്യേകതകളുമില്ല. സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് മുത്ത് റസൂല് പറയാ മാത്രം ഭാഗത്തിലുള്ള ഒരു പ്രത്യേകമായ അടയാളങ്ങളുമില്ല. ഫലമാ കാണലുതു രണ്ടാമത്തെ ദിവസമായപ്പോ അല്ലാഹുവിന്റെ റസൂല് വീണ്ടും പറയുകയാണ്, അത്തറിയത്തിലോ അലൈക്കുമുല്ലാന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു മനുഷ്യൻ ഇപ്പൊ കടന്നു വരുന്നതാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തീരുമ്പോ രണ്ടാമത്തെ ദിവസവും ആദ്യം വന്ന മനുഷ്യൻ തന്നെ വരികയാ, മൂന്നാമത്തെ ദിവസവും ആദ്യം തന്നെ മനുഷ്യൻ തന്നെ വരികയാ. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്തോ ഈ മനുഷ്യൻ ഇന്നലെ സ്വർഗ്ഗം അല്ലാഹുവിന്റെ റസൂൽ ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്ത്? ഒന്ന് പഠിക്കണമല്ലോ. എന്തേ കാരണമെന്നൊന്ന് പഠിക്കണമല്ലോ. ആ സഹോദരൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഈ പ്രിയപ്പെട്ട സ്വഹാബിയുടെ ഭവനത്തിലേക്ക് പോകുകയാണ്. 3 ദിവസം വരെ എനിക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല, അങ്ങയോടൊപ്പം ഇരുന്നുകൊണ്ട് എനിക്ക് താമസിക്കാൻ സൗകര്യം തരണമെന്ന് പറയുമോ. 3 ദിവസം ഈ പ്രിയപ്പെട്ട സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സഹാബി അബ്ദുല്ലാഹി താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുകയാണ്. 3 ദിവസം അവിടെ താമസിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണെന്ന് മുത്ത് റസൂൽ പറഞ്ഞ മനുഷ്യനോട് പറയുകയാണ്, ഞാനിവിടെ താമസിച്ചിരുന്നത് വെറുതെയല്ല, 3 ദിവസം ഞാൻ താമസിച്ചിരുന്നത് വെറുതെയല്ല. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് സ്വർഗമെന്ന് പറഞ്ഞപ്പോ പാതിരാ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തിന്റെ കണക്ക് നോക്കാൻ കടന്നു വന്നതാ. പാതിരാ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന നമസ്കാരത്തിന്റെ കണക്ക് നോക്കാൻ കടന്നു വന്നതാ. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, നിങ്ങളൊക്കെ ചെയ്യുന്ന അമലുകൾ മാത്രമേ എനിക്കുമുള്ളൂ. ഫലം യറഹു യഖൂമ മിനൽ ലൈലി ശൈആ, രാത്രി ഞാൻ ഒരുപാട് നമസ്കരിക്കുന്നത് കണ്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഞാനങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് അമലുകൾ ചെയ്യാറില്ല. പക്ഷെ എനിക്ക് അല്ലാഹു ഒരു മനസ്സ് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അല്ലാഹു ഒരു മനസ്സ് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് പടച്ചതമ്പുരാൻ ഒരു മനസ്സ് തന്നിട്ടുണ്ട്. ലോകത്തൊരാളോടും എനിക്ക് അസൂയയില്ല, ലോകത്തൊരാളോടും എനിക്ക് വെറുപ്പില്ല, ലോകത്തൊരാളോട് പേരിലും എനിക്ക് അഹങ്കാരമില്ല, ആരോടും എനിക്ക് മുഷിപ്പില്ല, ആരോടും എനിക്ക് വെറുപ്പില്ല. എല്ലാവരോടും എനിക്ക് വല്ലാത്ത സ്നേഹമാണ്, എല്ലാവരോടും എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എന്റെ കുടുംബക്കാർക്ക് ഞാൻ ദുആ ചെയ്യലുണ്ട്, എന്റെ അയൽവാസികൾക്ക് ഞാൻ ദുആ ചെയ്യലുണ്ട്, എന്റെ നാട്ടുകാർക്ക് ഞാൻ ദുആ ചെയ്യലുണ്ട്, എന്റെ കുടുംബക്കാർക്ക് ഞാൻ കൂട്ടുകാർക്ക് ഞാൻ ദുആ ചെയ്യലുണ്ട്. ആ ഒരു മനസ്സിന് അല്ലാഹു തന്നതുകൊണ്ടാകാം അല്ലാഹുവിന്റെ റസൂൽ ഞാൻ സ്വർഗ്ഗത്തിലെന്ന് പറഞ്ഞത്. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഹിയല്ലദീ ലാ നുതീഖ്, അതാണല്ലോ മനുഷ്യരെ കൊണ്ട് കഴിയാത്തതാണല്ലോ, മനുഷ്യരെ കൊണ്ട് കഴിയാത്തത് അതാണല്ലോ. എന്റെ കാസർഗോഡ് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഫുട്ബോൾ പോലും മറന്ന് ബ്രസീലിന്റെയും അർജന്റീനയുടെ തലയ്ക്ക് പിടിച്ച പ്രാന്ത് പോലും മറന്നിട്ട് അള്ളാന്റെ പള്ളിക്കകത്ത് തറാവീഹിന്റെ സുജൂദിൽ കിടന്ന് പൊട്ടിക്കിടന്ന എന്റെ ചെറുപ്പക്കാരാ, അത് സാധാരണ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാ. പണം മുടക്കിയിട്ട് മക്കത്ത് പോകുക എന്നത് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാ. നൂറുകണക്കാറ് യതീമക്കളെ കാസർഗോഡ് ജില്ലയിൽ അൽഹംദുലില്ലാഹ് എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു വിടുകയാണ്. അല്ലാഹു നിലനിർത്തട്ടെ, അല്ലാഹു വളർത്തട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പക്ഷെ അതൊക്കെ എല്ലാവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാ. പള്ളി വെച്ച് കൊടുക്കുക, യതീംഖാനകൾക്ക് ക്യാൻറ്റീൻ കെട്ടിക്കൊടുക്കുക, ഹിഫ്ദുൽ ഖുർആൻ കോളേജ് കെട്ടുക, അതെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാ. ഈ ഒരു കാര്യമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഇഷ്ടമുള്ളവർക്കല്ലാതെ ചെയ്യാൻ കഴിയില്ല. ലോകത്തൊരാളോടും വെറുപ്പില്ലാത്ത മനസ്സുണ്ടല്ലോ, ആരോടും മത്സരമില്ലാത്ത മനസ്സുണ്ടല്ലോ, അസൂയയില്ലാത്ത മനസ്സുണ്ടല്ലോ, വെറുപ്പില്ലാത്ത മനസ്സുണ്ടല്ലോ. ആ മനസ്സ് മരതകമാണ്, ആ മനസ്സ് മാണിക്യമാണ്.
ഹബീബാണ്, ആ മനസ്സ് മുത്താണ്, ആ മനസ്സ് പടച്ചതമ്പുരാന്റെ പൊരുത്തമുള്ളതാ. മദീനയുടെ രാജാവിന്റെ ചുണ്ടുകൾ ആ മനസ്സിന് 1000 ചുടുചുംബനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാ. അങ്ങനെ മനസ്സുള്ള എത്ര പേരാണ് ഈ സ്വർഗത്തിന്റെ പന്തലിന് ചാരയുള്ളതെന്ന് എനിക്കറിയില്ല. അങ്ങനെ മനസ്സുള്ള എത്ര ആളുകളാണ് ഈ സ്വർഗത്തിന്റെ വേദിയിൽ വന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ നമസ്കാരങ്ങൾ വലിച്ചെറിയുന്നതിനാ മനസ്സിന്റെ ദുഷ്ടത്തരം ഒരു കാരണമാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ മടങ്ങി വന്നു, എന്റെ പ്രിയമുള്ളവരെ മടങ്ങി വന്നു. മഹാനായ ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇഹ്യാ ഉലൂമുദ്ദീനിൽ മനസ്സിന്റെ അവസ്ഥകൾ 7 തരത്തിലാ. മനസ്സിന്റെ അവസ്ഥകൾ 7 തരത്തിലാ. അമ്മാറ, ലവ്വാമ, മുൽഹിമ, മുത്മഇന്ന, റാളിയ, മർളിയ, കാമില എന്ന് തസവുഫിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്ന പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് പോകുന്ന മഹത്തുക്കൾക്ക് ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ 7 രീതിയിലാണ്. അതിൽ ഒന്നിനെ മാത്രം നമ്മൾ വിശദീകരിച്ചാൽ മതി. നഫ്സ് അമ്മാറ, ദുഷ്ടത്തരങ്ങൾ മാത്രം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സ്. ചില ആളുകൾ എങ്ങനെയാണ്, എത്ര നമ്മുടെ മനസ്സിൽ പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായാലും നമ്മൾ പഠിക്കുകയില്ല. 3 മക്കൾ ഈ അടുത്ത സമയത്തല്ലേ കാസർഗോഡ് ജില്ലയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. അള്ളാഹു ആ മക്കളുടെ മാതാപിതാക്കൾക്ക് സഹനശേഷിയും ക്ഷമയും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ദുബായിലെ ഔക്കാഫിന്റെ പ്രോഗ്രാമിന് ആ സ്ഥലത്തെത്തുമ്പോൾ ദുബായിയുടെ ഏറ്റവും വലിയ മൊബൈൽ കമ്പനി നടത്തുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ മകൻ കാസർഗോഡ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നൊരു കത്തെഴുതി ആ പ്രസംഗ സ്റ്റേജിൽ തന്നു. അത്ഭുതം തോന്നിപ്പോയി. പരിശുദ്ധ റമദാനാണ്. പത്രങ്ങളിലൂടെ ഞാൻ കണ്ടു, മോർച്ചറിയുടെ മുറ്റത്ത് കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കണ്ണീര് തുളുമ്പിയിട്ട് ആ മയ്യത്ത് ഏറ്റുവാങ്ങാൻ കാത്തിരിക്കുന്ന രംഗം. ഇങ്ങനെ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും, ആരൊക്കെ മരണപ്പെട്ടാലും, എന്തൊക്കെ പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചാലും വേദനിപ്പിച്ചാലും മനസ്സിന്റെ ഒരംശം പോലും മാറ്റം വരാതെ കാടത്തം വരവിച്ചു പോലെ മനസ്സുമായി കിടന്നുകൂടുന്ന എത്രയോ ദുഷ്ടചിന്തയുടെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവര് ജനിച്ചപ്പോഴേ അങ്ങനെ ആയിരുന്നില്ല. അവരാരും ജനിച്ചപ്പോഴേ അങ്ങനെ ആയിരുന്നില്ല. നിങ്ങളൊക്കെ പറയുമല്ലോ, കാസർഗോഡ് അവിടെ കൊലപാതകം നടന്നു, ഇവിടെ കൊലപാതകം നടന്നു, അവിടെ മാനഭംഗം നടന്നു, അവിടെ കഞ്ചാവ് കൃഷി നടന്നു, അവിടെ കള്ളക്കച്ചവടം നടന്നു. അതിലൊക്കെ മുസ്ലിം സമുദായത്തിന്റെ നാമധാരികളുടെ ഫോട്ടോ പത്രങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നിപ്പോകാറുണ്ട്. പക്ഷേ അവര് ജനിച്ചപ്പോഴേ അങ്ങനെ ആയിരുന്നില്ല. ഉമ്മയുടെ ഉദരത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോഴേ ആ പ്രിയപ്പെട്ട മക്കൾ ആ സ്വഭാവ രീതിയുടെ ഉടമസ്ഥരായിരുന്നില്ല. മറിച്ച് എപ്പോഴാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചു പോയത്? പിറന്നു വീണ ഉടൻ അവരുടെ മനസ്സിലേക്ക് അത് വെച്ചു കൊടുക്കാൻ വേണ്ടി ശപിക്കപ്പെട്ടവനായ ഇബ്ലീസ് ലഅനത്തുല്ലാഹിലേക്ക് കടന്നു വരികയാണ്. പിറന്നു വീഴുമ്പോ എല്ലാവരും നല്ല പ്രകൃതത്തിലാണ്. എല്ലാ മക്കളും പിറന്നു വീഴുന്നത് ശുദ്ധ പ്രകൃതത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മാമിൻ ബനി ആദമ മൗലൂദൻ ഇല്ലാ യമസ്സുഹു ശൈത്താനു ഹീന യൂലദു ഫയസ്തഹില്ലു സാരിഖൻ മിൻ മസ്സി ശൈത്താൻ. ലോകത്തൊരു കുഞ്ഞ് പിറന്നു വീണാൽ ആ കുഞ്ഞ് ആദ്യമായി പൊട്ടിക്കരയുന്നത് എന്തിനെന്നറിയോ? ഉമ്മയുടെ ഉദരത്തിനകത്തിരുന്ന് പുറത്തേക്ക് വന്ന ദുനിയാവിന്റെ വെളിച്ചം കണ്ട് ഭയന്നിട്ടല്ല. ഉമ്മയുടെ ഉദരത്തിനകത്തിരുന്ന് പുറത്തേക്ക് വന്ന് ഹോസ്പിറ്റലിന്റെ അകത്ത് അവസ്ഥ കണ്ടിട്ട് നിലവിളിച്ചിട്ട് ഭയപ്പെട്ടിട്ടല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വയസ്തഹില്ലു സാരിഖൻ മിൻ മസ്സി ശൈത്താൻ. ശൈത്താന്റെ സ്പർശനം കൊണ്ട് അത് ഭയന്നിട്ട് നിലവിളിക്കുമെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. ശൈത്താന്റെ സ്പർശനം ഒരു കുഞ്ഞ് നിൽക്കുകയാണ്. പ്രസവിച്ച ഉടനെ കാസർഗോഡ് ജില്ലയിലെ എന്റെ പ്രിയപ്പെട്ട ആയിഷമാര്, റംലമാര്, സഫിയമാര്, ഫാത്തിമമാര് പ്രസവിക്കുമ്പോ ആ പ്രിയപ്പെട്ട കുഞ്ഞ് പിറന്നു വീണ ഉടനെ പൊട്ടിക്കരയുന്നത് എന്തിനെന്നറിയോ? യസ്തഹില്ലു മിൻ മസ്സി ശൈത്താൻ. പിശാച് വന്ന കുഞ്ഞിനെ ഇങ്ങനെ തൊടുകയാ. പിശാച് വന്ന കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ അട്ടഹസിക്കുകയാ. കടന്നുവാടാ, കള്ളു കുടിക്കാനും പെണ്ണ് പിടിക്കാനും ഹറാമിയത്തുകൾ ചെയ്യാനും എനിക്ക് കാസർഗോഡ് ഒരാൾ കൂടിയാകില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് അട്ടഹസിക്കുമ്പോഴാണ് ആ കുഞ്ഞ് കണ്ടു ഭയന്ന് നിലവിളിക്കുന്നതെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് പറയുകയാ, ലോകത്ത് 2 മക്കളെ പിശാച് തൊട്ടിട്ടില്ല. ലോകത്ത് 2 മക്കൾ പ്രസവിച്ചു വീണപ്പോ പിശാച് അങ്ങനെ തൊട്ടിട്ടില്ലെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. 2 മക്കളെ പിശാച് അങ്ങനെ തൊട്ടിട്ടില്ല. എല്ലാ മക്കളെയും പിശാച് ഇങ്ങനെ സ്പർശിക്കുകയും അവരുടെ മുന്നിൽ അട്ടഹസിക്കുകയും ചെയ്യുമ്പോ ആ മക്കൾ ഇങ്ങനെ നിലവിളിക്കും. പക്ഷേ
അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, രണ്ടുപേരെ പിശാച് അങ്ങനെ തൊട്ടിട്ടില്ല. ആരാണ് ആ രണ്ടുപേരെന്നറിയോ? അറിയോ? മറിയം വബിനിഹാ. മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഒന്ന്, മറിയം ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചപ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒന്ന് സ്പർശിക്കാൻ സാധിച്ചില്ല. വബിനിഹാ, മറിയം ബീവിയുടെ മകനാരാ? റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി ജനിച്ചപ്പോഴും ഇബ്ലീസിൽ അങ്ങനെ തൊടാൻ സാധിച്ചില്ല. എന്തേ കാരണം? മറിയം ബീവിയുടെ ഉമ്മയാരാ? ഇന്ന് നമ്മുടെ ഉമ്മമാരെ തന്നെ അറിയണമെങ്കിൽ നെറ്റ് സെർച്ച് ചെയ്ത് നോക്കണം. ആ കാലം മറിയം ബീവിയുടെ ഉമ്മയാരാ? ഉമ്മുഹാ ഹന്ന. ഹന്നത്തു ബീവി റളിയല്ലാഹു അൻഹയാണ് മറിയം ബീവിയുടെ ഉമ്മ. മറിയം ബീവി പ്രസവിക്കുന്ന സമയത്ത് ഹന്നത്തു ബീവി ഒരു ദുആ ചെയ്തിരുന്നു. ആ ദുആ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളുടെ ജനിച്ച ഉടനെ മക്കളുടെ വലത്തേ ചെവിയിൽ ബാങ്ക് വിളിച്ചതിന് ശേഷം ഈ ദുആ നിങ്ങൾ ചൊല്ലിക്കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങളുടെ മക്കളെയും ആ പിശാച് തൊടുകയില്ല. നിങ്ങളുടെ മക്കളെയും ആ പിശാച് തൊടുകയില്ല. പഠിച്ചോ. ഗർഭവതികളായ സഹോദരിമാരുണ്ടെങ്കിൽ എഴുതി വെച്ചോ. ഭാര്യമാര് ഗർഭവതികളാണെങ്കിൽ എന്റെ ചെറുപ്പക്കാര് പഠിച്ചു വെച്ചോ. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ചെയ്ത ദുആ എന്തെന്നറിയുമോ? വലത്തേ ചെവിയിൽ ബാങ്ക് വിളിച്ചു വിടുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ ദുആ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ ചെവിയിൽ ഇങ്ങനെ ഓതിക്കൊടുക്കണമെന്ന് പറയുകയാണ്. ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്താനിർ റജീം. ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്താനിർ റജീം. അല്ലാഹുവേ, പടച്ചവനെ, ഈ പ്രിയപ്പെട്ട കുഞ്ഞിനെയും ആ കുഞ്ഞിന്റെ സന്താന പാരമ്പര്യത്തെയും ശപിക്കപ്പെട്ട പിശാചിന്റെ കെണിവലയിൽ നിന്ന് നീ കാത്തുകൊള്ളണേ അല്ലാഹ്. ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്താനിർ റജീം എന്ന ദുആ കുഞ്ഞി പിറന്നാൽ വലത്തേ ചെവിയിൽ ബാങ്ക് വിളിച്ച ഉടൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് വിളിക്കാൻ ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ സാധാരണ ഭർത്താക്കന്മാർക്കാണ് അതിന് പെട്ടെന്ന് കഴിയുക. സ്ത്രീകൾ തന്നെ ചെയ്താലും മതിയെന്നാണ് പണ്ഡിതന്മാർ പറയാം. പ്രസവിച്ച സ്ത്രീക്ക് തന്നെ ചെയ്യാം. അശുദ്ധിയുടെ സമയമാണെങ്കിൽ പോലും ഈ ബാങ്ക് ആ കുഞ്ഞിന്റെ ചെവിയിൽ ഓതിക്കൊടുക്കാം. ഈ ആയത്ത് ദിക്റാണ് എന്ന ചിന്തയിൽ ആ കുഞ്ഞിന്റെ വലത്തെ ചെവിയിൽ ഓതിക്കൊടുക്കാം. ആണുങ്ങൾ ആരും സ്ഥലത്തുണ്ടാവില്ലല്ലോ ഭാര്യമാര് പ്രസവിക്കുമ്പോൾ. കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ നേരെ ഖത്തർ, കുവൈറ്റ്, ഇറാഖ്, അള്ളാഹു ദുബായിൽ ചെന്നാലും ഒരു പ്രദേശം കാസർഗോഡ് ജില്ല തന്നെ. ഇവിടെ ഒരു വ്യക്തിയുടെ പേര് തന്നെ ഖത്തർ എന്നാണ്. അള്ളാഹു താല ദീർഘായുസ് കൊടുക്കട്ടെ. ഖത്തർ ഹാജി അന്തം വിട്ടിരിക്കുക. ഒരു വ്യക്തിയുടെ പേര് തന്നെ ഖത്തർ എന്നാ. അള്ളാഹു താല ദീർഘായുസ് കൊടുക്കട്ടെ. മുനവ്വറലി തങ്ങൾ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞത്, എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ പാണക്കാട് തങ്ങന്മാർ അങ്ങനെ ഈ ഡേറ്റിന് വേണ്ടി എന്നെ കബീർ ഉസ്താദിനെ നിർബന്ധിക്കലില്ല. കാരണം അവർ നിർബന്ധിച്ച ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മളെ അതൊരു വിഷമിപ്പിക്കലാണെന്ന് അവർക്കറിയാം. അതാണ് അവരുടെ മനസ്സ് മൃദുലമല്ലേ. പക്ഷെ ഈ ആദ്യമായിട്ട് പല ആവശ്യങ്ങളും വിളിച്ച പ്രസംഗ ഡേറ്റിന് വേണ്ടി അങ്ങനെ അവരാരും നമ്മളങ്ങനെ വേദനിപ്പിക്കലില്ല. വിളിച്ചിട്ട് പറഞ്ഞു, കാസർഗോഡ് ജില്ലയുടെ ഒരാളെ പേര് ഞാൻ എൻ്റെ നെഞ്ചിൽ എഴുതി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് തോന്നി, എന്നാ പിന്നെ ആ വ്യക്തി ആരെന്നൊന്നും അറിയണമല്ലോ. മുനവല്ലി തങ്ങൾ പറഞ്ഞു ഖത്തർ ഹാജി എന്ന് പറയും. ഞാൻ പറഞ്ഞ് അബൂബക്കർ ഹാജി, മുഹമ്മദ് ഹാജി, ഇസ്മായിൽ ഹാജി, മൂസ ഹാജി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു രാജ്യത്തെ ആദ്യമായിട്ടാണ് ഒരു ഹാജിയാർ അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പാവപ്പെട്ട പ്രിയപ്പെട്ട സഹോദരന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയണം. അള്ളാഹിനെ സാക്ഷി നിർത്തി പറയണം. കൊടുക്കാൻ പറ്റുന്ന അവസാന 10 പകൽ സമയത്ത് നിങ്ങൾക്ക് പോയി മടങ്ങി വരാൻ പറ്റുന്ന ഒരു ദിവസമുണ്ടോ? ഞാൻ പറഞ്ഞു 23-ാം തീയതി ഉണ്ട്. 22-ാം തീയതി ഇന്നലെ പ്രോഗ്രാം പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ അവസാനിപ്പിക്കുമ്പോൾ 2:30 മണി കഴിഞ്ഞു. ദുആ മജ്ലിസ് എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ 3 മണി കഴിഞ്ഞു. ആ മജ്ലിസിൽ നിന്നാണ് ഇവിടേക്ക് ഞാൻ വന്നത്. അപ്പോൾ അത് എനിക്ക് വീട്ടിലേക്ക് പോകാനുള്ള, വീട്ടിൽ ഒരു ദിവസം നോമ്പ് തുറക്കാനുള്ള ഒരു ദിവസമാണ്. തങ്ങൾ പറഞ്ഞാൽ അത് ഞാൻ മാറ്റാം. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അവരല്ലേ ഉള്ളൂ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരേ ഉള്ളൂ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ അതുപോലെ വരച്ചു വെച്ചിരിക്കുകയാണ് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. അള്ളാഹു അവരുടെ ഗുരുത്വവും പൊരുത്തവും നമുക്ക് തരട്ടെ. നമുക്ക് അവരേ ഉള്ളൂ ചൂണ്ടിക്കാണിക്കാൻ. നമ്മുടെ നേതാവായി, നമ്മുടെ ആഗ്രഹമായി, നമ്മുടെ ആശയായി, നമ്മുടെ ആവേശമായി നമുക്ക് അവർ മാത്രമേ ഉള്ളൂ. അള്ളാഹു അവരുടെ ഗുരുത്വവും പൊരുത്തവും നമുക്ക് തരട്ടെ. രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം പാണക്കാട് കുടുംബത്തെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വലിയ അപകടം വരാനുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താണ്. അതിനുവേണ്ടി മാത്രം നിങ്ങൾ സ്നേഹിക്കരുത്.
ലീഗുകാർക്ക് പാണക്കാട് കുടുംബത്തിനോട് വല്ലാത്ത സ്നേഹമാണ്. ആ സ്നേഹം അല്ലാഹു അധികരിപ്പിച്ചു തരട്ടെ. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ആ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കരുത്. അവര് അഹ്ലു ബൈത്തിന്റെ മാണിക്യമുത്തുകളാണ്. അവരെ ലോകത്തുള്ള സർവ്വ സുന്നത്ത് ജമാഅത്തുകാരും ഇഷ്ടപ്പെടണം. സംഘടന വ്യത്യസ്തമില്ലാതെ സ്നേഹിക്കണം. എങ്കിലേ അള്ളാന്റെ ഹബീബിന്റെ പൊരുത്തം ഉണ്ടാവൂ. ഒരു പൊരുത്തക്കേട് അവരെ കുറിച്ച് പറഞ്ഞാൽ തകർന്നു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അടുത്തൊരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഒരു മൊബൈൽ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞ് എൻ്റെ മനസ്സിൽ വല്ലാത്ത നീറ്റലുണ്ടാക്കിയ സംഭവമാണ്. പാണക്കാട് കുടുംബത്തിലെ 5 സയ്യിദന്മാരെ, അമീദ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ, മുനവർ അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ 5 സയ്യിദന്മാരുടെ ഫോട്ടോ കൊടുത്തിട്ട് അതിന് താഴെ 5 പറയാൻ പാടില്ലാത്തതാണ്, പേടിയാണ്, എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു, 5 പന്നികളുടെ ഫോട്ടോ കൊടുത്തിരിക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നിട്ട് അതിന്റെ താഴെ എഴുതിയിരുന്ന ഡയലോഗ് എന്തെന്നറിയോ? കമന്റ് എഴുതാൻ ചെറുപ്പക്കാർക്ക് ഫേസ്ബുക്കിന്റെ ഒരു അംശം കിട്ടിയാൽ മതിയല്ലോ, ഒരു ഫോട്ടോ കിട്ടിയാൽ മതിയല്ലോ. ഇതാരുടേതാണ്, ഏത് ഷെയ്ഖിൻ്റെതാണ്, ഏത് പണ്ഡിതന്റെതാണ്, ഏത് സയ്യിദന്റെതാണ് നോക്കാൻ നമുക്ക് നേരമില്ലല്ലോ. അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ. ഇങ്ങനെ കമന്റ് എഴുതി വിടുന്നു. ലോകം മുഴുവനും കോടിക്കണക്കിന് ജനങ്ങൾ തൽക്ഷണം അത് കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ താഴെ എഴുതി എന്തെന്നറിയോ? ഒരു കുരുത്തം കെട്ടവൻ. ഈ 2 പേർക്കും കേരളത്തിൽ ഒരേ ജോലിയാണത്രേ. അള്ളാഹു നമ്മയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. അവൻ ആരുടെ അടുത്ത് പോയി പൊരുത്തം ചോദിക്കും? അവൻ ആരുടെ കാലുകഴുകി കുടിക്കും? അവൻ ആരുടെ പൊരുത്തത്തിന് വേണ്ടിയായി ഇബാദത്ത് ചെയ്യുന്നത്? അവനെന്തിനാണ് മുസ്ലിം എന്ന പേര്? അവനെന്തിനാണ് നിസ്കാരപ്പഴമ്പ്? അവനെന്തിനാണ് റമദാൻ? അവനെന്തിനാണ് ലൈലത്തുൽ ഖദർ? അള്ളാഹു അങ്ങനെയുള്ള വിഭാഗത്ത് തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് സൂക്ഷിച്ചോ, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഒരിക്കലും വറ്റാത്ത കണ്ണീര് അവസാനം വറ്റുന്ന ഒരു ലോകമുണ്ട്. കണ്ണീര് വറ്റിയിട്ട് രക്തം വരുന്ന ഒരു ലോകമുണ്ട്. മറക്കരുത്. അള്ളാഹു അഹ്ലു ബൈത്തിനെ ആദരിക്കാൻ, അത് എവിടെയുള്ളവരാകട്ടെ, പാണക്കാട് കുടുംബമാകട്ടെ, കുമ്പോൾ തങ്ങന്മാരാകട്ടെ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സയ്യിദന്മാരാകട്ടെ, ആരാണെങ്കിലും ഒരനാദരവ് നമ്മൾ കാണിക്കാൻ. അവരെന്തും ചെയ്യട്ടെ, അതാണ് അഹ്ലു ബൈത്ത്. അവരെന്തും ചെയ്യട്ടെ. ചില സയ്യിദന്മാര് സിഗരറ്റ് വലിക്കും, ചില സയ്യിദന്മാര് ദാടി വെക്കില്ല, ചിലര് തൊപ്പി വെക്കില്ല. അവരെന്തു ചെയ്യട്ടെ. അവരെ പഠിപ്പിക്കാനും അവരെ അളക്കാനും അവർക്ക് മീറ്റർ വെക്കാനും നമ്മൾ നിൽക്കരുത്. നമുക്ക് ഒന്നുമില്ല എടുത്ത് കാണിക്കാൻ. നമ്മൾ ജാഹിലീങ്ങളാണ്, പടിജാഹിലീങ്ങളാണ്. അതുകൊണ്ട് അവരെന്തോ ആവട്ടെ, നമ്മൾ അവരെ ബഹുമാനിക്കുക. തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ഒരു കുഞ്ഞു വന്നാൽ പോലും കണ്ണിയത്ത് ഉസ്താദ് സ്റ്റേജിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട 5 വയസ്സുള്ള ഒരു കുഞ്ഞ് സ്റ്റേജിലേക്ക് വന്നാൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പ്രായാധിക്യത്തിലും രോഗാധിക്യത്തിലും വേദനയും വിഷമവും മറന്നുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് ആ കുഞ്ഞിനെ ബഹുമാനിച്ചിരുന്നത് മുത്ത് റസൂലിനോടുള്ള സ്നേഹമാണ്. അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ, അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ, അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പറഞ്ഞു കൊടുക്കുക. നമ്മുടെയൊക്കെ എത്രയോ ചെറുപ്പക്കാർ ഗൾഫ് രാജ്യങ്ങളിലാണ്. ഭാര്യ പ്രസവിക്കുമ്പോ ബാങ്ക് വിളിക്കാനും ആയത്തോതാനും ഒരു നാട്ടിലില്ല, അവര് നാട്ടിലില്ല. പക്ഷേ ഈ സഹോദരിമാർക്കാണെങ്കിൽ പലരും ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടുമില്ല. അവർക്കത് ചെയ്യാനുള്ള അവസരങ്ങളുമില്ല. ഹോസ്പിറ്റലുകളൊക്കെ അധികവും ക്രിസ്ത്യാനികളുടെ പേരിലാണ്. മുസ്ലിങ്ങളുടെ പേരിലുള്ള ഹോസ്പിറ്റലുകൾ നമ്മൾ തന്നെ പോകലില്ല. എന്തുകൊണ്ടാ? ഞാൻ പോയിട്ട് എന്റെ ഭാര്യ പ്രസവിച്ചിട്ട് അവനങ്ങനെ കാശുണ്ടാക്കണ്ട എന്ന് നമ്മൾ പറയും. അതാണ് നമ്മുടെ മനസ്സിന്റെ ദുഷ്ടത്തരമത. മുസ്ലിം സ്കൂളിൽ നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കൂല. പള്ളിയിൽ ഓഡിറ്റോറിയം ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ മോളെ കല്യാണം നടത്തൂല. പള്ളിയിൽ സ്കൂൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ മക്കളെ ചേർത്ത് പഠിപ്പിക്കൂല. അങ്ങനെ അവിടുത്തെ സെക്രട്ടറി അങ്ങനെ അഹങ്കരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നാം നമ്മുടെ മക്കളെ കണ്ടവന്റെ അടുക്കള വരമ്പാൻ കൊണ്ടിട്ട് കൊടുക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കല്യാണം കഴിഞ്ഞ് 3 മാസം, ഭാര്യയ്ക്ക് 1 മാസം ആകുമ്പോൾ നിങ്ങൾ ഗൾഫിൽ പോവും. ഭാര്യ പ്രസവിച്ച് മക്കൾക്ക് 2 വയസ്സാകുമ്പോൾ നാട്ടിൽ വരും. 2 മാസം നിൽക്കും, ഭാര്യയ്ക്ക് 1 മാസം ആകുമ്പോൾ വീണ്ടും പോവും. ഇത് തന്നെ നിങ്ങളുടെ പരിപാടി. ഇവരെ ജോലി പ്രസവിക്കലും ബാങ്ക് വിളിക്കലും. അപ്പൊ വല്ലപ്പോഴും നാട്ടിൽ നിന്ന് ഒരു കുഞ്ഞിനെങ്കിലും ചെവിയിലൊന്ന് ബാങ്ക് വിളിച്ചു കൊടുക്കാനുള്ള ഒരു താല്പര്യം നിങ്ങൾ കാണിക്കണം, ചെയ്യണം. ഈ അടുത്ത സമയത്ത് പത്രത്തിലൂടെ വായിച്ചതാ, ഒരുപാട് കാത്തിരുന്നിട്ട് കിട്ടിയ പ്രിയപ്പെട്ട പൊന്നുമോന്റെ വലത്തെ ചെവിയിൽ ഉപ്പ ബാങ്ക് വിളിക്കുകയാ. ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോ അറ്റാക്ക് വന്ന് മരിച്ചുപോയി. പത്രത്തിലൂടെ നിങ്ങൾ വായിച്ചതാ. ബാങ്ക് വിളിച്ചുകൊണ്ടിരുന്നപ്പോ അറ്റാക്ക് വന്ന് മരിച്ചുപോയി. പത്രത്തിലൂടെ വായിച്ചതാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ പിശാചിന്റെ മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കഞ്ചാവ് കച്ചവടക്കാരാക്കല്ലേ അല്ലാ. ഞങ്ങൾ തൊപ്പിയും താടിയും വെച്ച് പള്ളിക്കകത്ത് പോയി നമസ്കരിക്കുമ്പോ ആ പള്ളിയുടെ മുമ്പിലൂടെ പോകുന്ന സുന്ദരിയാറ് പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തുന്ന ഏറ്റവും വലിയ ക്രൂരതയുടെ മനസ്സിന്റെ ഉടമയാക്കി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ മാറ്റല്ലേ ഉള്ളോ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ മാറ്റല്ലേ ഉള്ളോ.
ഗൗരവത്തോടെ ചിന്തിക്കുക. മഹാന്മാര് പറയുകയാണ്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നിങ്ങളുടെ നല്ല മനസ്സിനെ ദുഷിപ്പിക്കാൻ, നിങ്ങളുടെ നല്ല മനസ്സിനെ ദുഷിപ്പിക്കാൻ നിങ്ങൾ അറിയാതെ കടന്നു വരുന്ന 4 മാർഗങ്ങളുണ്ട്. നിങ്ങൾ അറിയാതെ കടന്നു വരുന്ന 4 മാർഗങ്ങളുണ്ട്. പഠിച്ചു വെച്ചുകൊള്ളുക. നന്മയുറ്റ മനസ്സിലേക്ക് ഇബ്ലീസ് വിഷം കുത്തിവെക്കുന്ന 4 രീതിയിലാ. നന്മയുള്ള മനസ്സിലേക്ക് ഇബ്ലീസ് വിഷം കുത്തിവെക്കുന്നത് 4 രീതിയിലാ. ആ രീതി നിങ്ങൾ പഠിച്ചു വെച്ചോ. ഇന്ന ശൈത്താന യജ്രി മജ്റദ്ദമി, ഓരോ മനുഷ്യന്റെയും യജ്രി ബിനാദമ മജ്റദ്ദമി, മനുഷ്യ മക്കളുടെ ശരീരത്തിൽ രക്തമോടുന്നത് എവിടെയാണ് അവിടെയൊക്കെ ഇബ്ലീസ് സഞ്ചരിക്കുമെന്ന് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുക, 4 രീതിയിലൂടെ മക്കളെ, യുവത്വമേ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നിന്റെ നല്ല മനസ്സിനെ ഇബ്ലീസ് നശിപ്പിക്കുമെന്ന് മുത്തുനബി പരിചയപ്പെടുത്തുകയാ. അതിലൊന്നാമത്തെ എന്തെന്നറിയോ? മനുഷ്യനറിയാതെ അള്ളാഹുവിന്റെ ശപിക്കപ്പെട്ടവനാണ് ഇബ്ലീസ്. മനുഷ്യനറിയാതെ അള്ളാഹുവിന്റെ തൗഹീദിൽ നിന്നവനെ വലിച്ചുകൊണ്ട് പോവുകയാ, ഹിദായത്തിൽ നിന്ന് വലിച്ചുകൊണ്ട് പോവുകയാ. അവൻ കാഫിറായ വിവരം അവൻ പോലും അറിയുന്നില്ല. അവൻ കാഫിറായ വിവരം അവൻ പോലും അറിയുന്നില്ല. ഇബ്ലീസിന്റെ തന്ത്രമാണ്, ഇബ്ലീസിന്റെ തന്ത്രമാണ്. നിങ്ങൾ അവിടെ റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ച് തിരക്കുകൾ മാറ്റിവെച്ചിട്ട് ഈ സദസ്സിൽ വന്നിരിക്കുന്നത് കാഫിറാകാനാണോ? പൊട്ടിക്കരന്നുകൊണ്ട് സ്വർഗത്തിന്റെ വേദിയിൽ ആവേശത്തോടെ അല്ലാഹുവിന്റെ ദീൻ പറയുന്ന ഞങ്ങൾ കാഫിറാകുന്നതിന് വേണ്ടിയാണോ ഈ ത്യാഗം ചെയ്യുന്നത്? കാഫിറാകുന്നതിന് വേണ്ടിയാണോ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ സുന്നത്ത് ജമാഅത്തിന്റെ ഇഖ്ലാസുള്ള മുഖ്ലിസീങ്ങളായ മുത്തഖീങ്ങളായ മുഹിബ്ബീങ്ങളായ പണ്ഡിതരെ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഈ സ്റ്റേജിലിരിക്കുന്ന ബിസിനസ്സുകാർ അത് ചെലവഴിക്കുന്നവരെന്തിനാ? കാഫിറായി ചത്തൊടുങ്ങാനാണോ? ഈ തലമറച്ചുകൊണ്ട് പറുതയിട്ടുകൊണ്ട് റമളാനിന്റെ ആവശ്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സ്വർഗത്തിന്റെ വേദിയിൽ ആവേശത്തോടെ മഴ തേടുന്ന വേടാമ്പലിനെ പോലെ സ്വർഗത്തിന്റെ വേദിയിൽ പഠിച്ചുകൂടിയ ഇന്ന് പ്രിയപ്പെട്ട ഉമ്മ കാഫിറാകാൻ വേണ്ടിയിട്ടാണോ? കാഫിറാകാൻ വേണ്ടിയിട്ടാണ്? ഒരിക്കലുമല്ല. അല്ലാഹുവേ, ഞങ്ങളെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലോ, ഞങ്ങളെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലോ. പക്ഷേ ഇബ്ലീസ് കടന്നു വരും, നമ്മൾ അറിയൂല. നമ്മളറിയാതെ നമ്മളെ കാഫിറാക്കിയിട്ട് അവൻ തിരിച്ചു പോകും. ആ വഴി നിങ്ങൾ സൂക്ഷിക്കണേ, ആ വഴി നിങ്ങൾ സൂക്ഷിക്കണേ. നമ്മളറിയാതെ ഇബ്ലീസ് നമ്മളെ കാഫിറാക്കുന്ന എളുപ്പമുള്ള 2 വഴി ഞാൻ പറഞ്ഞു തരാം. അപ്പോ നിസ്സാരമായ 2 ചിന്തകൾ ഉദാഹരണത്തിന് പറയാം. നമ്മൾ അറിയാതെ നമ്മൾ കാഫിറായി പോകുന്ന 2 ചിന്ത ഞാൻ പറഞ്ഞു തരട്ടെ. ഞെട്ടിപ്പോകും നിങ്ങൾ. ഒരാൾ നിങ്ങളെ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കാം പള്ളിയിലേക്ക്. ആ സമയത്ത് നിങ്ങൾ പറയുന്നു, ഈ നിസ്കാരമൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നൊരാൾ പറഞ്ഞാൽ ആ സമയത്ത് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായി. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഈ നിസ്കാരമൊന്നും എന്നെ പോലുള്ളവർക്കും എനിക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നൊരാൾ പറഞ്ഞാൽ മതി, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായി. എന്തൊരു അപകടകരമായ ചിന്തയാണ്. വേറൊരാളോട് പറയുന്നു, നീ നമസ്കരിക്കാൻ വരുന്നില്ലേ പള്ളിയിൽ? റമളാനിൽ എല്ലാവരും വരുന്നുണ്ടല്ലോ. ആ സമയത്ത് അവൻ പറയുന്നു, ഞാനൊന്നും നമസ്കരിച്ചിട്ടൊരു കാര്യമില്ല, ഞാനൊന്നും നമസ്കരിച്ചിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ തൽക്ഷണം വിത്തിൻ സെക്കൻഡ് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഇത് സാധാരണ ഏറ്റവും നിസ്സാരമായ 2 ചിന്ത ഞാൻ പറഞ്ഞതാ. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഈ ബാങ്ക് കൊണ്ടൊരു ശല്യമായി എന്ന് പറഞ്ഞ് ജനാല ശക്തിയിൽ പിടിച്ചടയ്ക്കുന്ന പെണ്ണേ, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നീയും പുറത്താണ്. ഇത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി തന്ത്രപരമായി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ചില ചിന്തകളാ. നമ്മൾ അറിയാതെ നമ്മളെ കാഫിറാക്കുക. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്ത് നന്മയുണ്ടെങ്കിലും അള്ളാഹു സ്വീകരിക്കൂല. അവിടെ ഇബ്ലീസ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിൽ ഇബ്ലീസ് പിടിക്കും, നമ്മൾ തകർന്നു പോകും. 2, ശപിക്കപ്പെട്ട ഇബ്ലീസ് രണ്ടാമത് ചെയ്യുന്നത് എങ്ങനെയാ? ആദ്യം നമസ്കാരങ്ങളെ കുറിച്ചുള്ള തമാശകൾ പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ ഇപ്പോ ഈ റമളാനൊക്കെ വരുമ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എഴുതിയിടുന്ന കുറെ നമസ്കാരത്തെ കുറിച്ചുള്ള ഡയലോഗുകളുണ്ട്. അപ്പൊ ഈ വർഷത്തെ റമളാൻ മാസം തുടങ്ങിയപ്പോ ഒരു മുക്രി പള്ളിയുടെ ചുവരിൽ എഴുതി വെച്ചിരുന്നതായിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇട്ടു. ഇന്ന് വാട്സപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് ഭയങ്കര ഉപ്പായക്കാരും ഉമ്മായക്കാരും ഒക്കെ സ്നേഹമാണ്. വാപ്പ മരിച്ചതുപോലും അവരെ വാട്സപ്പിലൂടെ ഉമ്മ എഴുതി അറിയിച്ചെങ്കിലേ അറിയുള്ളൂ. കാരണം എപ്പോഴും അതിലേക്ക് നോക്കിയിരിക്കുക, ലോകവുമായി ഒരു ബന്ധമില്ല. അപ്പൊ ഒരു മുക്രി ഇങ്ങനെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു, റമളാൻ മാസം സ്പെഷ്യലായി പള്ളിയിലേക്ക് വരുന്നവരെ, പണ്ട് വന്നുകൊണ്ടിരിക്കുന്നവർ റാഗിങ് ചെയ്യാൻ പാടില്ല. അതിങ്ങനെ വ്യാപകമായി പ്രചരിച്ചു. കഴിഞ്ഞ വർഷം ഇതുപോലെ പള്ളിയുടെ ഒരു ചുവരിൽ എഴുതി വെച്ചതായി
മൊബൈലിൽ ഫോട്ടോ വന്നു. റമളാൻ കഴിഞ്ഞാലും ഒരു അറിയിപ്പ്, റമളാൻ കഴിഞ്ഞാലും പള്ളിയിൽ സുബ്ഹി നമസ്കാരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഇതുപോലെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നിസാരമായ ചർച്ചകൾ വരുമ്പോ ഈ ചർച്ചയിൽ ഈമാൻ നഷ്ടപ്പെടുന്ന ചർച്ച കടന്നു വരാൻ പാടില്ല. ഇബ്ലീസ് ഒന്നാമത് ശ്രമിക്കുന്നത് അതിനാണ്. രണ്ടാമത് നമ്മുടെ മനസ്സിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യനെ പുത്തംവാദിയാക്കി മാറ്റുകയാണ്. ഒരു മനുഷ്യനെ ഔലിയാക്കളെ, ആരിഫീങ്ങളെ, അമ്പിയാക്കളെ തെറിവിളിക്കുന്നവനാക്കി മാറ്റുകയാണ്. തറാവീഹില്ലാത്തവനാക്കി മാറ്റുകയാണ്. പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ട സക്കാത്ത് പോലും അർഹതപ്പെട്ട രീതിയിൽ കൊടുക്കാറ് ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് പണപ്പിരിവ് നടത്തിയിട്ട് അർഹതപ്പെട്ടവരുടെ സക്കാത്ത് കൊണ്ടുപോയി സംഘടന വളർത്തുന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാക്കിയിട്ട് ഇബ്ലീസ് അവരെ മാറ്റിക്കൊണ്ടുവരികയാ. സൂക്ഷിക്കണേ. അത് ഇബ്ലീസ് കടന്നു വരുന്ന രണ്ടാമത്തെ വഴിയാ. എത്രയോ വിദ്യാഭ്യാസമുള്ളവർ, പണമുള്ളവർ, ഗൾഫുകാർ, കഷ്ടപ്പെടുന്നവർ, ഒരുപാട് പണം ചിലവഴിക്കുന്നവർ, പക്ഷേ അവർക്ക് ഇബ്ലീസാണ് മനസ്സിൽ നേതൃത്വം കൊടുക്കുന്നത്. കാരണം എന്തേ? അവരാരും മുത്തറസൂൽ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ ഒരു സങ്കടമുണ്ടോ? സ്റ്റേജ് കെട്ടിയിട്ട് കയറിയെന്നവൻ പറയുന്നു ഒരു സങ്കടം അവന്റെ മനസ്സിലുണ്ടോ? വക്കത്ത് ഈ വെച്ച മൈമാക്ക എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു നേരിയ സങ്കടമുണ്ടോ? പറഞ്ഞവരൊക്കെ തമ്മിലടിച്ച് ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ അള്ളാഹ് കൊടുക്കുക. ചിലരൊക്കെ കട്ടിലിന്റെ അടിയിൽ നിന്ന് പിടിച്ചിറക്കുക രാത്രി സമയത്ത് ലൈറ്റ് അടിച്ച്. ചിലരൊക്കെ എന്തുകൊണ്ടാ ഇമാമിങ്ങളെ, ഔലിയാക്കളെ, ആരിഫീങ്ങളെ ഇങ്ങനെ തെറി വിളിച്ചാൽ അള്ളാഹു വെറുതെ കൊടുക്കുകയില്ല. അവരെ വെറുതെ വിടുകയില്ല. അത് ഉറപ്പാണ്. പക്ഷേ അങ്ങനെ പുത്തൻ വാദത്തിന്റെ ആശയ ആദർശങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്നതാരാ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. നിന്റെ മനസ്സിലൊരു ബോധമുണ്ടാക്കി കൊടുക്കും. എന്താ? നിന്റെ മനസ്സിലൊരു ബോധമുണ്ടാക്കി കൊടുക്കും. നീ ചെയ്യുന്നതാണ് ശരി, ബാക്കിയുള്ളവരൊക്കെ നരകത്തിലാണ്. നിന്റെ വാപ്പ നരകത്തിൽ, വാപ്പാടെ വാപ്പ നരകത്തിൽ, അവനും അവന്റെ വെമ്പർ നോത്തി 3 മക്കളും, ക്ലാസ്സിന് പോകുന്ന 3 മക്കളും മാത്രം സ്വർഗത്തിൽ. ബാക്കിയുള്ള സ്ഥലത്ത് അള്ളാഹു എന്ത് റബ്ബർ വയ്ക്കാൻ പോവാ? ബാക്കിയുള്ള സ്ഥലത്ത് അള്ളാഹു ഇതുപോലെ സമ്മേളനം നടത്താൻ പോവാ? ബാക്കിയുള്ള സ്ഥലം അള്ളാഹു എന്ത് പരിശുദ്ധ സ്വർഗത്തിൽ അള്ളാഹ് എന്ത് ചെയ്യാൻ പോവാ? ഇബ്ലീസിന്റെ തലച്ചോറിലേക്ക് കുത്തിവെച്ചതെന്ന മാരക വിഷം കൊണ്ട് മോനെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറ്റിപ്പോകേണ്ട പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത് ഇബ്ലീസ് കടന്നു വരുന്ന മാർഗം മർഹലത്തുൽ മആസിൽ കബീറ, വൻപാപങ്ങൾ ചെയ്യിപ്പിക്കുക. ഉസ്താദുമാരെ കൊണ്ട്, പ്രവാചകന്മാരെ കൊണ്ട്, തലയിൽ കെട്ടുകാരെ കൊണ്ട്, ഹാജിയാക്കന്മാരെ കൊണ്ട്, പള്ളി കമ്മിറ്റിക്കാരെ കൊണ്ട്, ദീനീ പ്രവർത്തകരെ കൊണ്ട്, നിസ്കാരമുള്ളവരെ കൊണ്ട്, നോമ്പ് പിടിക്കുന്നവരെ കൊണ്ട്, അവരെ കൊണ്ടെല്ലാം വൻപാപങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിക്കും. അവരറിയൂല, പുറത്തറിയൂല. അവര് മനസ്സുകൊണ്ട് വിചാരിക്കും ഞാൻ ഇതല്ലേ ചെയ്യുന്നുള്ളൂ, അള്ളാഹു പുറത്തു തരും. ഞാനിതല്ലേ ചെയ്യുന്നുള്ളൂ, അള്ളാഹു പുറത്തു തരും. പെരുന്നാൾ കഴിഞ്ഞിട്ട് ടൂറിന് പോകാൻ തീരുമാനിക്കുന്ന ചെറുപ്പക്കാരൻ, അവന് ഒരു തെറ്റുമില്ല, കള്ളുകുടിയില്ല, പലിശ വാങ്ങലില്ല, കൃത്യമായി നമസ്കരിക്കുന്നവനാണ്. കൂട്ടുകാര് കള്ളുകുപ്പിയെടുത്ത് കൊടുത്തിട്ട് അവൻ പറഞ്ഞു ഞാൻ കുടിക്കൂല. പക്ഷേ സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടപ്പോ അവന്റെ മനസ്സിന്റെ അകത്ത് വികാരങ്ങൾ കടന്നു വരികയാ. ആ സമയത്ത് ഇബ്ലീസ് അവനോട് പറയുന്നതെന്താ? നീ ഇത് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് അല്ലാഹു നിനക്ക് പുറത്തു തരുമടാ എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് വ്യഭിചരിപ്പിക്കുകയാണ്. മൈസൂറിലേക്ക് പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ടൂറിന് പോകുന്നവരെന്തിനാ? മൈസൂറിലേക്ക്, കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാര് ടൂറിന് പോകുന്നവരെന്തിനാ? മൈസൂറിലേക്ക് ടൂറിന് പോകുന്ന വഴിയിൽ കുറെ ലോഡ്ജുകളുണ്ട്. 1000 രൂപ കൊടുക്കുമ്പോ സുന്ദരികളായ 18 വയസ്സുള്ള പെൺകുട്ടികളെ സ്വന്തം വികാര പൂർത്തീകരണത്തിന് പോലീസ് അറിയാറ് സമ്മാനിക്കുന്ന 100 കണക്കിന് ലോഡ്ജുകളുണ്ട്. ആ ലോഡ്ജിന്റെ കപ്പടങ്ങളിൽ വികാര പൂർത്തീകരണത്തിന് വേണ്ടി പിശാചിലോടത്ത് നൃത്തം ചെയ്യോ ആഗ്രഹിക്കുന്ന കാടുത്തമ്മർ വിച്ചുപോര മനസ്സിന്റെ ഉടമകളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുമോനെ നിനക്ക് നഷ്ടമാണ്. മർഹലത്തിൽ കബീറ, വൻപാപങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അത് ഇബ്ലീസിന്റെ ഒരു തന്ത്രമാണ്. ഇവിടെ വന്നിരിക്കുന്ന എത്രയോ ആളുകളുടെ പണ്ടവും സ്വർണവും ഒക്കെ സൊസൈറ്റിയിൽ, ബാങ്കിൽ, മുത്തൂറ്റിൽ പണയം വെച്ചിരിക്കുകയല്ലേ. കാസർഗോഡ് ജില്ലയിൽ ഒരു പള്ളി മുതൽ അടുത്ത ഒരു ജംഗ്ഷൻ വരെ എണ്ണിയാൽ 10 പള്ളി ഉണ്ടാകും. ആ ഓരോ പള്ളികൾക്കിടയിലും 4ഉം 5ഉം ഗോൾഡ് ലോൺ ബാങ്കിന്റെ പണമിടപാടിന്റെ ഓരോ ഓഫീസുകൾ ഉണ്ടാകും.
എന്തുകൊണ്ടാ സഹോദരിമാർക്ക് പെട്ടെന്നൊരാവശ്യം വന്നാൽ ഒരു റിങ് അടിച്ചു കൊടുക്കുക, കുറച്ചുകൂടി ഒന്ന് ഫ്രണ്ടിൽ കിട്ടും, അല്പം കൂടി പറ്റുന്നിടത്തോളം മാത്രം, അല്ലാതെ വേണ്ട, പറ്റുന്നിടത്തോളം മാത്രം. കാരണം പുറത്ത് നിൽക്കുന്നവർ നനഞ്ഞിട്ടും നിൽക്കുന്നത് കാണുമ്പോൾ സങ്കടമാണ്. അപ്പോൾ അവർക്കൊന്ന് കടന്നിരിക്കാൻ പറ്റുമെങ്കിൽ അവരത്രയും ത്യാഗം ചെയ്യുമ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കണം, നമ്മുടെ സഹോദരങ്ങൾ. നടുവിലെ വഴി നിങ്ങൾ മുറിച്ച് കളയരുത്, അതും ആവശ്യമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന് അതില്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളൊന്നും നടക്കൂല. എന്തായാലും ഇവിടെ വേറൊന്നും നടക്കൂല. ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ ചെറിയൊരു ആശ്വാസം. ദയവ് ചെയ്ത് അത് നിങ്ങൾ മൂടിക്കളയരുത്. അല്ല, അത് വേണമല്ലോ, എല്ലാറ്റിനും ഒരു വഴി ആവശ്യമാണ്. അപ്പോൾ പുറകിൽ, സദസ്സിന് പുറകിൽ നിൽക്കുന്നവർ നനയുന്നവരുണ്ട്, അവർ നനഞ്ഞിട്ടും നിന്ന് കേൾക്കാൻ. റമദാനാണ്, ഇനിയുള്ള 3-4 ദിവസം വളരെ വേണ്ടപ്പെട്ട ദിവസം. അള്ളാഹു പൂർണ്ണമായും അമലുകൾ കൊണ്ട് അതിനെ അലങ്കരിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് അവർക്കെന്തെങ്കിലും ഈ നനഞ്ഞിട്ട് അസുഖങ്ങളൊക്കെ വന്നാൽ അവരുടെ അമലുകൾ മുടങ്ങും. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് നമുക്ക് സീറ്റ് കിട്ടി, അവർ വൈകിയത് കൊണ്ട് അവർക്ക് സ്ഥലം കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവരെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അവർ അൽഹംദുലില്ലാ ഇതിൻ്റെ അകത്തേക്ക് കടന്നിരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പരമാവധി ഇവിടെ ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഇവിടുത്തെ പ്രവർത്തകർ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു വിശാലത ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്തായാലും ഇൻഷാ അല്ലാഹ് ആ കെട്ടിടത്തിൻ്റെ ഭാഗത്തൊക്കെ നിൽക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ ചെയ്യുന്ന ത്യാഗം റമദാനിലെ ഏറ്റവും വലിയ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നനഞ്ഞുകൊണ്ടും കഷ്ടപ്പെട്ടുകൊണ്ടും കാലുവേദനിച്ചിട്ടും പരിശുദ്ധ റമദാനെ തറാവീഹ് നിന്ന് തളർന്നുപോയ നിങ്ങൾ തളരാതെ ആവേശത്തോടുകൂടി നിൽക്കുന്നത്, ഇന്ന് ഇതിൻ്റെ സമാപനം ഒരു വിലപ്പെട്ട ദുആ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് അൽഹംദുലില്ലാ ഒരു ദിക്ർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ദുആ ചെയ്യുന്നുണ്ട്. ആ ദിക്ർ ബഹുമാനപ്പെട്ട ഖിദർ നബി അലൈഹിസ്സലാം ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തലയിൽ നിന്ന് ഹജ്ജ് കർമ്മം കഴിഞ്ഞിട്ട് മുടി വെട്ടി കൊടുക്കുമത്രേ. എന്തൊരു കൗതുകമാണതൊക്കെ. അതൊക്കെ ഈ വിഷയത്തിൽ വരുന്നതാണ്. സമയം പോലെ പറയാം, വിഷയം പ്രവിശാലമാണ്. നിങ്ങൾ എത്രത്തോളം ഇരിക്കോ, എനിക്ക് എത്രത്തോളം അല്ല പറയാൻ ആരോഗ്യം തരും, അത്രത്തോളം പോവാം. അള്ളാഹു ജീവിപ്പിച്ച് തരട്ടെ. അപ്പൊ ഖിദർ നബി അലൈഹി സ്വലാം ഇല്യാസ് നബിയുടെ രണ്ടുപേരും ഹജ്ജിന് വരുമത്ര എല്ലാ വർഷവും, ജീവിച്ചിരിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഖിദർ നബി പറയുന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്ർ നിങ്ങൾ രാവിലെയും വൈകുന്നേരവും പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ ദിക്ർ ഇന്ന് പഠിപ്പിച്ച ആ ദിക്ർ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വിലപ്പെട്ട ഒരു ആയത്ത് ഒരു ദിവസം 111 പ്രാവശ്യം ക്യാൻസർ വരരുത് അല്ലാ എന്ന് മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഓതാനും പഠിച്ചിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ മജ്ലിസിൽ നിന്ന് പിരിയും. അല്ലാഹു റമദാനിൽ പഠിക്കുന്ന ആ ദിക്റും ആയത്തും ഒക്കെ ജീവിതത്തിലൂടെ കൊണ്ടു നടക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ നിസ്കാരമുള്ളവരാണ്, നോമ്പ് പിടിക്കുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്, വർഷത്തിൽ 2-3 പ്രാവശ്യം ഉംറയ്ക്ക് പോകുന്നവരാണ്. പക്ഷേ ഭാര്യയുടെ താലിമാലയും സ്വർണ്ണാഭരണങ്ങളും മുഴുവനും സൊസൈറ്റിയിൽ പണയത്തിലിരിക്കുകയാണ്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. വെള്ളം കുടിക്കാതെ മരിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടാൽ പോലും ഒരു റിങ് പണയത്തിൽ കൊണ്ടുപോയി വെക്കാൻ പാടില്ല, അത് ഹറാമാണ്. അപ്പോൾ ചെയ്തവരുണ്ടെങ്കിൽ ഈ റമദാൻ മാസത്തിൽ അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞു പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇതിനെ മടക്കിയെടുത്ത് ഇനി റൂഹ് പിരിഞ്ഞാലും ചെയ്യൂല, അല്ല കടം ചോദിക്കുക, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. അപ്പൊ വൻപാപങ്ങൾ ചെയ്യിപ്പിക്കുക. വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം മാത്രമല്ല, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ തന്നെ ഹറാമായി അന്യ സ്ത്രീയുടെ മുഖത്ത് നോക്കുന്നതും വ്യഭിചാരമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്ത് പരിശുദ്ധ മദീനത്ത് റസൂല് മദീനയിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ഒരു അന്യ സ്ത്രീയെ നോക്കുന്നതിന്റെ ഏറ്റവും വലിയ പരിണിത ഫലം നാളെ പരലോകത്ത് വാങ്ങുന്നതിനെ കുറിച്ച് പറയുമ്പോ ഒരു പ്രിയപ്പെട്ട സഹാബി ഓടുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനോട് പറയുന്നു, ഞാൻ മക്കത്തേക്ക് പോവുകയാണ്, എനിക്കിനി മദീനത്ത് നിൽക്കാൻ കഴിയില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭൂമുഖത്തേക്ക് എനിക്ക് നോക്കാൻ കഴിയില്ല. അവർ ചോദിച്ചു എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ സഹാബി പറയുന്നു, അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് ഞാൻ ഇന്നലെ അറിയാതെ നോക്കിപ്പോയി, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് ആ കണ്ണുകൊണ്ട് ഇനി എനിക്ക് നോക്കാൻ കഴിയില്ല, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ, അതുകൊണ്ട് ഞാൻ ഓടുകയാണെന്ന് പറഞ്ഞ് മദീനത്തിൽ നിന്ന് മക്കത്തേക്ക് ഓടുകയാണ്. കഅബാലയത്തിന്റെ മുമ്പത്ത് വന്ന് പൊട്ടിക്കരയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, വൻപാപങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുക, വൻപാപങ്ങളെ പൂർണ്ണമായും വർദ്ധിക്കുക.
ജീവിതത്തിന്റെ കറകളായി വൻപാപങ്ങൾ മനസ്സിന്റെ കത്തേക്ക് കടന്നു വരുമ്പോ കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരാ, ഞാനിനി പലിശ വാങ്ങൂല, പട്ടിണി കിടന്നാലും വെള്ളം കുടിക്കാതെ മരിച്ചു പോയാലും വീട് മഴ പെയ്തും അകപ്പ് ചോർന്നൊലിച്ചു പോയാലും ഞാനിനി ഒരിക്കലും അല്ലാഹുവേ പടച്ചവരെ പലിശ വാങ്ങൂല. നിങ്ങൾക്കറിയോ, കാസർഗോഡ് ജില്ലക്കടുത്ത് ഒരു പ്രിയപ്പെട്ട പെങ്ങള് മരണത്തോടെ മല്ലടിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സമ്പത്തില്ല, സ്വത്തില്ല, മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. തന്റെ ഭർത്താവ് കടം വാങ്ങി വെച്ച് പോലെ പർവ്വത സമാനമായ കടം തീർക്കാൻ കഴിയാറ് കടക്കാര് വന്നുകൊണ്ട് ഭാര്യയും മകളെയും ഉപദ്രവിക്കുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മ സ്റ്റൂളെടുത്ത് വെച്ച് ഫാനിലേക്ക് തന്റെ കഴുത്തിൽ കുരുക്കിടുകയാണ്. ആ സമയത്ത് മകള് പറയുന്നു, ഉമ്മ നൗഷാദ് വാക്കവിയോടൊന്ന് വിളിച്ചിട്ട് ആത്മഹത്യ ചെയ്താലോ? ആരെങ്കിലും ഉണ്ടോ? പരിചയക്കാരുണ്ടോ? ബിസിനസ്സുകാരുണ്ടോ? ഉസ്താദിന്റെ പരിചയത്തിൽ ആരെങ്കിലും സമ്പന്നരുണ്ടോ? നമ്മുടെ കടമൊന്ന് തീർത്തു തരാ. അവരെങ്ങനെ ആരെടുത്തോ ചോദിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് വരികയാണ്. പാവപ്പെട്ട എന്റെ ഭാര്യ, ഏത് പാവപ്പെട്ടവര് വന്നാലും സൽക്കരിക്കുന്ന ഭാര്യ, കള്ളവും കപടയും തിരിച്ചറിയാറ് അടുക്കളയിൽ കൈതീരിച്ച് ഭക്ഷണം കൊടുത്ത് സ്നേഹം കൊടുക്കുമ്പോ സങ്കടത്തോടെ എന്നെ വിളിച്ചു പറയുന്നു, നിങ്ങളെ കാണാൻ ഒരാൾ വീട്ടിൽ വന്നിരിക്കുകയാ. ഞാൻ പറഞ്ഞു, ആര് വന്നാലും അങ്ങനെ വീട്ടിനകത്ത് കയറ്റല്ലേ, കാലഘട്ടം അങ്ങനെയാണ്, ഞാൻ എപ്പോഴും അവിടെ ഇല്ലാത്തതല്ലേ. ഇല്ല വാക്കവി, എനിക്ക് കേറ്റാതിരിക്കാ കഴിയില്ല. ആ പ്രിയപ്പെട്ട സഹോദരി ആത്മഹത്യയുടെ മുനമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരാണ്. ഞാൻ ചെന്നപ്പോഴവര് പറഞ്ഞിരുന്നെന്നറിയോ, യൂസുഫ് അലിക്കൊരു കത്ത് തരുമോ? ലുലുവിന്റെ യൂസുഫ് അലിക്കൊരു കപ്പ് എഴുതി തരുമോ? നിങ്ങളൊന്നും എനിക്ക് തരണ്ട. അവസാന സമയത്തിന്റെ പൊന്നുമോൾ എനിക്ക് തന്ന പ്രതീക്ഷയാ. എന്റെ പ്രിയപ്പെട്ടവര്, ഇങ്ങനെ എത്രയോ പാവപ്പെട്ടവരുണ്ട്. അവർക്ക് വേണമെങ്കിൽ വ്യഭിചരിച്ചുകൊണ്ട് കടം തീർക്കാമല്ലോ. അല്ലാഹ് പേടിച്ചപ്പോ അനുവദിക്കുന്നില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന ആത്മഹത്യ, നരകമാണെങ്കിലും പ്രശ്നമില്ല, ആത്മഹത്യ ചെയ്യാ എന്നവര് തീരുമാനിച്ചിട്ട് രംഗത്ത് വരുമ്പോ സമ്പന്നവർഗമേ കണക്ക് പറയണം കേട്ടോ. പാവപ്പെട്ടവരെ കൊണ്ട് ബാങ്ക് ലോൺ എടുപ്പിക്കുന്നതിന് നീ ഒരു കാരണമാണെങ്കിൽ, പാവപ്പെട്ട സഹോദരിമാരുടെ പണ്ടവും പണയപ്പെടുത്തുന്നതിന് നീ ഒരു കാരണമാണെങ്കിൽ, നിനക്ക് നിന്റെ കൊട്ടാരമാണ് വരുതെങ്കിൽ, നിനക്ക് നിന്റെ വാഹനമാണ് വരുതെങ്കിൽ, നിനക്ക് നിന്റെ പ്രസ്ഥാനമാണ് വരുതെങ്കിൽ, നിനക്ക് നിന്റെ ജീവിതമാണ് വരുതെങ്കിൽ, നിനക്ക് നിന്റെ മക്കളുടെ വിദ്യാഭ്യാസമാണ് വരുതെങ്കിൽ അല്ലാഹു ചോദിക്കപ്പെടാ. അതുകൊണ്ടാണ് ഇവിടുത്തെ ദാരിമി ഉസ്താദിന്റെ നേതൃത്വത്തിൽ, ഖത്തർ ഹാദിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കാറ് പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാ. ക്യാൻസർ രോഗം ബാധിച്ച് പൊട്ടിക്കരയുന്നവർക്ക് ആശ്വാസം കൊടുക്കാ. എന്റെ പ്രിയപ്പെട്ട പ്രാസ്ഥാനിക പ്രവർത്തകര് രംഗത്ത് വന്നിരിക്കുന്നവരാ. മടങ്ങി വരികയാ. ഇബ്ലീസ് കടന്നു വരുന്ന നാലാമത്തെ വടിയേരെന്നറിയോ? മർഹലത്തി മആസി സഗീറ. ചെറിയ പാപങ്ങളെ നിങ്ങളെ കൊണ്ടവൻ ചെയ്യിപ്പിക്കുകയാ. എന്നിട്ട് എന്തിനെന്നറിയോ? അതിലൂടെ വൻപാപത്തിലേക്ക് കടന്നു വരികയാണ്. എപ്പോഴെന്നറിയില്ല. അല്ലാ, നമ്മളറിയാതെ മനസ്സിന്റെ കവാടത്തിലേക്ക് ഇബ്ലീസ് കടന്നു വരുന്നത് എപ്പോഴെന്നറിയില്ല. നമ്മുടെ നന്മയുറ്റ മനസ്സിൽ വിഷം വരുന്നത് എപ്പോഴെന്നറിയില്ല. നമ്മുടെ നന്മയുറ്റ മനസ്സ് നശിച്ചു പോകുന്നത് എപ്പോഴെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആരുടെയും പ്രവർത്തനം കണ്ടിട്ട് നിങ്ങൾ അഭിമാനിക്കണ്ട. അവൻ മരിക്കുന്നൊരു നരകത്തിന്റെ അവസ്ഥയിലായിരിക്കുമോ എന്നറിയാൻ കഴിയില്ല. ദീർഘകാലം സ്വർഗത്തിൽ പോകുന്ന അമലൊരാൾ ചെയ്യുകയാ. തലമറയ്ക്കുകയാ, പർദ്ദയിടുകയാ, മത്തയിടുകയാ, തസ്ബീഹ് നമസ്കരിക്കുകയാ, തറാവീഹ് നമസ്കരിക്കുകയാ, തഹജ്ജുദ് നമസ്കരിക്കുകയാ. കാസർഗോഡ് ജില്ലയിലാ പെണ്ണിനെ കാണുന്നവരൊക്കെ പറയുന്ന അവള് സ്വർഗത്തിലാ. കാസർഗോഡ് ജില്ലയിലെ എത്രയോ ചെറുപ്പക്കാരന്റെ നിസ്കാരത്തടമ്പുള്ളവര്, മുട്ടിന് താട്, അതേ നെരിയാണിക്ക് താട് വസ്ത്രം വലിച്ചടയ്ക്കാത്തവര്, ഹറാമാണ് ഭക്ഷണം കഴിക്കാത്തവര്, പലിശ കൊടുക്കാത്തവര്, വല്ലാത്ത ത്യാഗത്തോട് ആവേശത്തോടുകൂടി ജീവിക്കുന്ന എത്രയോ ചെറുപ്പക്കാര് കാസർഗോഡ് ജില്ലയിലുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവസാനം മരിക്കുന്ന സമയത്ത് ചിലപ്പോ ഇബ്ലീസ് കടന്നു വന്നിട്ട് നിന്റെ മനസ്സിന്റെ നന്മയെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞാലോ? ഒരിക്കലൊരു യുദ്ധത്തിന്റെ രണാകണത്തിൽ പ്രിയപ്പെട്ട സഹാബികൾ നോക്കുമ്പോ ആവേശത്തോടെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ശിരസറ്റ കബന്ധങ്ങളെ പറ്റി ഉരുട്ടിയിട്ട് ജിഹാദിന്റെ മുറവിളിയുമായിട്ട് തക്ബീർ വിളിച്ചുകൊണ്ട് ഒരു പ്രിയപ്പെട്ട സഹാബി കടന്നു ചെല്ലുകയാ. ഇസ്ലാമിന്റെ ശത്രുക്കളെ മുഴുവനും വെട്ടിയെറിയുകയാ. സഹാബികൾ പറഞ്ഞു, നബിയേ, വഹുവ
ഫിൽ ജന്ന, അയാള് സ്വർഗ്ഗത്തിലാ, അയാള് സ്വർഗ്ഗത്തിലാണ്, അയാള് സ്വർഗ്ഗത്തിലാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു വഹുവ മിനന്നാർ, അവൻ നരകത്തിലാണ്. സഹാബികൾ പറയുന്ന നബിയേ, അയാൾക്ക് സ്വർഗമില്ലെങ്കിൽ പിന്നെ ആർക്കാ സ്വർഗം നബിയേ? അയാൾക്ക് സ്വർഗമില്ലെങ്കിൽ പിന്നെ ആർക്കാ സ്വർഗം നബിയേ? ഇസ്ലാമിന്റെ ശത്രുക്കളെ വെട്ടിയെറിഞ്ഞുകൊണ്ട്, ഇസ്ലാമിന്റെ ആദർശത്തിന്റെ പതാക കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ചങ്കൂറ്റത്തോടെ മുന്നേറുന്ന ഓ പ്രിയപ്പെട്ടവന് സ്വർഗമില്ലെങ്കിൽ പിന്നെ ആർക്കോ സ്വർഗമെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആ മനുഷ്യന്റെ മരണം നിങ്ങൾ കണ്ടോ? ആ മനുഷ്യന്റെ മരണം നിങ്ങൾ കണ്ടോ? ഓടിപ്പിടിച്ച വാളുമാർ ആയിരക്കണക്കിന് ഇസ്ലാമിന്റെ ശത്രുക്കളെ വെട്ടിയ വാളുകൊണ്ട് ആ മനുഷ്യനരാ തന്റെ ശരീരത്തിലേക്ക് ആ കടാര ആ വാള് കുത്തിയിറക്കുകയാണ്. സ്വയം ശരീരത്തിലേക്ക് കുത്തിയിട്ട് മരിക്കുകയാണ്. മുത്തറസൂല് പറഞ്ഞില്ലേ, ഇങ്ങനെ ആര് മരണപ്പെട്ടാലും അവന് നരകമാണ്. സഹാബികൾ ചോദിക്കുന്നു, നബിയേ അയാൾക്ക് എന്ത് പറ്റിപ്പോയി നബിയേ? അയാൾക്ക് എന്ത് പറ്റിപ്പോയി നബിയേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവസാന സമയം അവന്റെ നന്മയുള്ള മനസ്സിലേക്ക് ഇബ്ലീസ് വിഷം കോരി ഒഴിച്ചതാ. അവസാന സമയം അവന്റെ നന്മയുള്ള മനസ്സിലേക്ക് ഇബ്ലീസ് വിഷം കോരി ഒഴിച്ചതാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. സൂക്ഷിക്കണേ സഹോദരാ, ശ്രദ്ധിക്കണേ സഹോദരാ. അതുകൊണ്ടാണ് കാളമ്പാടി ഉസ്താദ് പറഞ്ഞത് എനിക്ക് കൊട്ടാരം വേണ്ട. അതുകൊണ്ടാണ് പാറന്നൂർ ഉസ്താദ് പറഞ്ഞത് എനിക്ക് മണിമാളിക വേണ്ട. അല്ലാഹുവേ പടച്ചവനെ, അവരൊക്കെ വല്ലാതെ ഭയന്നിരുന്നു. അവസാനത്തെ ഒരു സെക്കൻഡ് മതിയല്ല ഇബ്ലീസ് കടന്നു വരാൻ. നമ്മൾ ഈ ചെയ്യുന്ന പുണ്യങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയാ പിന്നെ നമുക്കാരാ? നമ്മൾ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മുഴുവനും തകർന്നു പോയാ പിന്നെ പരലോകത്ത് നമുക്ക് എന്താ ഉള്ളത്? പെങ്ങളെ, അതുകൊണ്ടാണ് റാബിയത്തുൽ അദവിയ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതി മരണപ്പെട്ടത്. ഈജിപ്തിലേക്ക് പോയപ്പോ കണ്ടതാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ മഖാം. അല്ലാഹുവേ, ഇത്ര ഭംഗിയുള്ള ഒരു മഖാമിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത്ര ഭംഗിയുള്ള ഒരു മഖാമിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സുന്ദരിയായ ആത്മീയമായ സൗന്ദര്യത്തിന്റെ ഉടമയായ നഫീസ ബീവി റളിയല്ലാഹു അൻഹ സ്വന്തമായി ഖബർ കുഴിച്ചിട്ട് ആ ഖബറിന്റെ കത്തിറങ്ങിയിരുന്നുകൊണ്ട് 600 ഖത്തം തീർത്ത മഹദിയാ. അല്ലാഹുവേ, എന്റെ പെങ്ങളെ, അവരൊക്കെ പേടിച്ചത് അവസാന സമയത്ത് ഇബ്ലീസ് കടന്നു വരുമോ എന്നാണ്. നമ്മളൊക്കെ ചെയ്യുന്ന അമലുകൾ അല്ലാഹു സ്വീകരിച്ചാലും സമാപനം ഒരു പഴുത് നമ്മുടെ മനസ്സിൽ ഇബ്ലീസിന് കിടക്കാൻ വിട്ടുകൊടുത്താൽ നമ്മൾ തോറ്റുപോകും. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. മക്കത്തും മദീനത്തും ഒക്കെ എന്താ നടക്കുക? എത്ര പുണ്യമാണ് അവിടെ നടക്കുക. തറാവീഹ് ഒരു റക്അത്തിലും കരയാതിരിക്കാൻ കഴിയില്ല. അല്ലാഹുവേ, അവിടുത്തെ ഇമാമിങ്ങൾക്ക് നീ ശബ്ദം നിലനിർത്തി കൊടുക്കണേ റബ്ബേ, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിലെ വലിയ ആഗ്രഹമായിരുന്നു പരിശുദ്ധ റമളാനിൽ മക്കത്ത്. അതിലേറെ ആഗ്രഹം മദീനത്തിരുന്നു കൊണ്ട് നോമ്പ് തുറക്കുക, നോമ്പ് പിടിക്കുക എന്ന്. അല്ലാഹു ഈ പരിശുദ്ധ റമളാനിന്റെ 4ാമത്തെ നോമ്പ് മുതൽ 7ാമത്തെ നോമ്പ് വരെ മസ്ജിദുൻ നബവിയിലായിരുന്നു നോമ്പ് തുറക്കാനുള്ള അവസരം അല്ലാഹു തന്നത്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. കാസർഗോഡ് ജില്ലയിലെ, കർണാടകയിലെ എൻ്റെ പ്രിയപ്പെട്ട, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, ഞാനുമായി ബന്ധമുള്ള നല്ല മനസ്സിൻ്റെ ഉടമകൾക്കൊക്കെ ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത് ആരോപണങ്ങളും പരിഹാസങ്ങളും വരുമ്പോൾ അറിയില്ലെങ്കിൽ പോലും അതിനോടൊപ്പം നിൽക്കുന്ന ചില മടയന്മാരുണ്ട്. നഷ്ടം എനിക്കല്ല, അതിൽ നഷ്ടം എനിക്കല്ല, നിങ്ങൾക്കാണ്. വേദനയോടുകൂടി പറയുന്നു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തോ പറഞ്ഞു, അതിലൊന്നും എനിക്കൊരു പ്രയാസമില്ല. പക്ഷെ നിങ്ങൾക്ക് നഷ്ടം വരാൻ പാടില്ല. നിങ്ങൾക്ക് ലാഭമുള്ള ബിസിനസ് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. നിങ്ങൾക്ക് നഷ്ടം വന്നു പോയാൽ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല ചെറുപ്പക്കാരാ. അതുകൊണ്ടാ പറഞ്ഞു, എന്നെ നിങ്ങൾ ചവിട്ടിത്തേച്ചോ കുറ്റപ്പെടുത്തിക്കോ, അതിലൊക്കെ സന്തോഷമേ ഉള്ളൂ. സയ്യിദന്മാരെ ആഫുദീങ്ങളെയൊന്നും നിങ്ങളൊന്നും പറയരുത്. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നഷ്ടം വരുന്ന വർത്തമാനം നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് ലാഭമുണ്ടാവണം. അള്ളാന്റെ കോടതി ചെല്ലുമ്പോൾ എന്തെങ്കിലും കിട്ടണം. ഉള്ള ഈ നിസ്കാരം തന്നെ കുറവല്ലേ, ഉള്ളതുകൂടി നിങ്ങൾ ഇല്ലാതാക്കുക. അതുകൊണ്ട് ഇഖ്ലാസോടുകൂടി പറയാൻ, അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി പറയാ, നല്ല മനസ്സോടെ നിയ്യത്ത് വെക്കുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അവിടെ റിയാദുൽ ജന്ന എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. അള്ളാഹുവേ, എന്തൊരു അത്ഭുതമാ! മസ്ജിദുൻ നബവി എത്ര വിശാലമാണ്. പക്ഷെ റിയാദുൽ ജന്ന എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്വർഗത്തിന്റെ പൂങ്കാവനം, പൂന്തോപ്പെന്ന് മുത്ത് ഹബീബ് പറഞ്ഞ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, പ്രധാനപ്പെട്ട ഒരു സ്ഥലം. ആ സ്ഥലത്ത് മഞ്ഞയും വെള്ളയും ചേർന്ന കാർപ്പറ്റ് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിൽക്കാൻ എന്തൊരു മത്സരമാ! ഏറ്റവും വലിയ VIP-കളും ഏറ്റവും താഴ്ന്നവരും എല്ലാം അവിടെ ഒരുപോലെ. നിസ്കരിച്ചിട്ട് അവിടെ ഇരിക്കുന്നവരോട് സെക്യൂരിറ്റി വന്നിട്ട് പറയാം, മാറിക്കൊടുക്കുക, അടുത്ത ആളിനെ നമസ്കരിക്കാനുള്ളതാ.
2 റക്അത്ത് നമസ്കരിക്കാൻ സ്ഥലം കാല് പിടിച്ച് ചോദിക്കുന്ന ലോകത്തെ ഒരേ ഒരു സ്ഥലം റിയാദുൽ ജന്നയാണ്. അല്ലാഹു പോകാൻ തൗഫീഖ് തരട്ടെ, അല്ലാഹു പോകാൻ തൗഫീഖ് തരട്ടെ, അല്ലാഹു പോകാൻ തൗഫീഖ് തരട്ടെ. ലോകത്തെ 2 റക്അത്ത് നമസ്കരിക്കാൻ കാല് പിടിച്ച് അപേക്ഷിക്കുന്ന ഒരേ ഒരു സ്ഥലം റിയാദുൽ ജന്ന മാത്രമല്ലേ ഉള്ളൂ. അവിടെ നിസ്കരിക്കുന്നവരോട് പറയാം, ഒന്ന് മാറിത്തരോ, ഞാനൊന്ന് നമസ്കരിക്കട്ടെ. അപ്പൊ അവൻ പറയും, ഇവിടെ നിൽക്കാനുള്ള സ്ഥലമില്ല. അപ്പൊ പുറകെ നിൽക്കുന്ന ആള് പറയാ, എനിക്ക് ഒരു കാല് വെക്കാനുള്ള സ്ഥലം തന്നാൽ മതി, ഞാൻ നിസ്കരിച്ചോളാം. അല്ലാഹുവേ, ഇത് മുത്ത് ഹബീബിന്റെ ചാരത്തല്ലേ. ഞാനെങ്ങനെ റമദാനിൽ വലിയ തിരക്കാണല്ലോ,